പാലക്കാട് നെന്മാറ ഇരട്ട കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമിട്ട് നടത്തിയ പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞെങ്കിലും ബാരിക്കേഡിന് മുകളിലേക്ക് പ്രവർത്തകർ കയറി പ്രതിഷേധിച്ചു. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് പ്രവർത്തകർ പൂർണ്ണമായും തകർത്തു. ഇത് പോലീസും പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് നയിച്ചു. പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇതിൽ പ്രതിഷേധിച്ച് നെന്മാറ ഇൻസ്പെക്ടർ മഹീന്ദ്ര സിംഗിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രംഗത്ത് വന്നു. ഈ ഇരട്ടക്കൊലപാതക കേസിലെ ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് നെന്മാറ പോലീസ് സ്റ്റേഷനിലെ SHOയും സർക്കിൾ ഇൻസ്പെക്ടറുമായിട്ടുള്ള മഹേന്ദ്ര സിംഹനം. ഈ കേസിനകത്ത് ഒന്നാമത്തെ പ്രതി. ചെന്താമരയ്ക്ക് പറയാനുള്ള ആവലാതികളെല്ലാം കേട്ട് സല്യൂട്ട് അടിച്ചില്ല എന്ന് മാത്രമുള്ള ബാക്കി എല്ലാ വിധേയത്വത്തിലും തിരിച്ചകത്തേക്ക് കയറിപ്പോയതിന്റെ പരിണിത ഫലമായിട്ടാണ് അഖിലയ്ക്കും അതുല്യയ്ക്കും അവരുടെ അവശേഷിച്ചിരുന്ന അച്ഛനെ കൂടി നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായത്. നെന്മാറ MLA പ്രിയപ്പെട്ട ശ്രീ K. ബാബു അദ്ദേഹം പറയുകയുണ്ടായി, ആ രണ്ടു കുഞ്ഞുങ്ങളുടെയും സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കും. എന്ത് സംരക്ഷണമാണ് നിങ്ങൾ ഏറ്റെടുക്കുവാൻ പോകുന്നത്? ആ കുഞ്ഞു പെൺകുട്ടികളുടെ അമ്മയും അച്ഛനും നഷ്ടമായതിനു ശേഷം അതിന്റെ അനാഥത്വം പേർന്ന ആ കുഞ്ഞുങ്ങളുടെ ഏത് തരത്തിലുള്ള രക്ഷകർത്തത്വമാണ് ശ്രീ പിണറായി വിജയന്റെ സർക്കാരിന് ഉറപ്പ് കൊടുക്കുവാനായിട്ടുള്ളത്?